ഹായ് ഓൾ, ക്യൂറൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 10 മില്യൺ ആളുകളിലേക്ക് ഫ്രീ ആയിട്ട് എ ടൂൾസ് എങ്ങനെ എത്തിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യൂറൻസ് അക്കാഡമി മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജിപിടിയെ കുറിച്ചാണ്. അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എത്രത്തോളം യൂസ്ഫുൾ ആകുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. എന്താണ് ചാറ്റ് ജിപിടി? ഓപ്പൺ എ ഉണ്ടാക്കിയ ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജിപിടി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മനുഷ്യനെ പോലെ മറുപടി നൽകുക എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന എല്ലായ്പ്പോഴും ഒപ്പം ഇരിക്കുന്ന ഒരു സ്മാർട്ട് അസിസ്റ്റന്റിനെ പോലെ നമുക്ക് അതിനെ കാണാം. ചാറ്റ് ജിപിടി നമുക്ക് തരുന്നത് വർക്ക് ഈസിനെസ് മാത്രമല്ല, ആക്ച്വലി തരുന്നത് ഒരു ഇന്റലിജൻസ് അറ്റ് യുവർ സർവീസ് ആണ്. അതായത് നമ്മുടെ നോർമൽ സിനാരിയോയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഓർ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഇതെല്ലാം ഡിഫറെന്റ് മെത്തേഡ് ആയിരിക്കും. അതായത് ഡിഫറെന്റ് മെത്തേഡ് ആയിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട്. അതുപോലെ നമുക്കൊരു 10 ടാസ്ക് ചെയ്യാൻ 10 സ്റ്റാഫിന് വേണം. അങ്ങനെ വരുമ്പോൾ അവരുടെ ഇന്റലിജൻസ് ആണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അതായത് ഇന്റലിജൻസ് ആ സർവീസ് ആണ് ചാറ്റ് ജിപിടി നമുക്ക് തരുന്നത്. ചാറ്റ് ജിപിടി ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രീ ചാറ്റ് ജിപിടി നമുക്ക് ആവറേജ് ഇന്റലിജൻസ് ആണ് തരുന്നത്. പെയ്ഡ് വേർഷൻ നമുക്ക് ഹൈ ഇന്റലിജൻസ് ആണ് തരുന്നത്. ഇനി വരാൻ പോകുന്ന ചാറ്റ് ജിപിടി 4 ബെറ്റർ ഇന്റലിജൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ആമസോൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനി ക്ലൗഡ് 3 എന്ന് പറയുന്ന വേർഷൻ ആണ് ഇനി പുറത്തിറക്കാൻ പോകുന്നത്. അത് നമ്മുടെ ചാറ്റ് ജിപിടി സർവീസിനേക്കാളും ബെറ്റർ ആണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ക്രോമോ ഫയർഫോക്സ് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ചാറ്റ് ജിപിടി എന്ന് സെർച്ച് ചെയ്യാം. നമ്മുടെ ഗൂഗിളില് പോയിട്ട് ചാറ്റ് ജിപിടി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മുകളിൽ കാണുന്ന സെർച്ച് എഞ്ചിനിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൂഗിളിൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ചാറ്റ് ജിപിയുടെ പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ആ അക്കൗണ്ട് പോയിട്ട് എന്ത് ചെയ്യണം, ലോഗൗട്ട് ചെയ്യണം. ഓക്കെ, അത് ലോഗൗട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ലോഗിൻ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ലോഗിൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വരും. അതിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇമെയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള ഒരു ഇമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ നെയിം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ നെയിം ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും വരുന്നുണ്ട്. ഓക്കെ, നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താവും, സൈറ്റ് ഒന്നുകൂടെ റീലോഡ് ആയിട്ട് വരും. ഓക്കെ, റീലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചാറ്റ് ജിപിടി ഓപ്പൺ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, ആസ്ക് എനിത്തിങ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹലോന്നോ ഹായ്ന്നോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റെസ്പോൺസ് എങ്ങനെയാ നോക്കാം. ഒരു കാരോട് ചോദിക്കാം, മേക്ക് എ സ്റ്റഡി ടൈം ടേബിൾ ഫോർ 10th സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായി, കറക്റ്റ് നമുക്ക് സ്റ്റഡി എങ്ങനെ എപ്പോഴൊക്കെ പഠിക്കാം എന്നുള്ളൊരു ടൈം ടേബിൾ എന്തായിട്ടുണ്ട് ചാറ്റ് ജിപിടി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സൈഡിൽ കാണുന്ന മെനു ബാർ ആണ്. അവിടെ ന്യൂ ചാറ്റ്, സെർച്ച്, അതുപോലെ ലൈബ്രറി അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ കണ്ടോ, ചാറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡായി പോകുന്നുണ്ട്. ഓക്കെ, ഡ്രാഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി പ്രൊഫഷണൽ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്കൊരു ലീവ് റിക്വസ്റ്റും കൊടുക്കണം. ഓക്കെ, നമ്മുടെ മാനേജറിന്റെ ലീവ് റിക്വസ്റ്റും കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജിപിടി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഡ്രാഫ്റ്റ് ചെയ്യുക പ്രൊഫഷണൽ ഇമെയിൽ റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താവും, നമുക്ക് ആ ഇമെയിൽ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചാറ്റ് ജിപിടി ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജിപിടി എങ്ങനെ യൂസ് ചെയ്യാം. ക്രിയേറ്റ് 4 days ഡയറ്റ് പ്ലാൻ ഫോർ വെയിറ്റ് ലോസ് എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്കൊരു കറക്റ്റ് ഒരു വെയിറ്റ് ലോസ് പ്ലാൻ തന്നെ, ഒരു വീക്കിലേക്കുള്ള ഒരു വെയിറ്റ് ലോസ് പ്ലാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജിപിടി ക്രിയേറ്റ് ചെയ്ത് തരും.
ഓക്കെ. പിന്നെ അതുപോലെ ടീച്ചേഴ്സിനൊക്കെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ പാഠപുസ്തകത്തിലേക്ക് ഒരുപാട് പോയംസും അതുപോലെ ഇമേജസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യാം, ChatGPT ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് എ കാർട്ടൂൺ സ്റ്റൈൽ ഇമേജ് ഓഫ് സ്റ്റുഡൻറ് സ്റ്റഡിങ് അണ്ടർ എ ട്രീ ബുക്സ് അറൌണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്താൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് എന്ത് ചെയ്യും, ChatGPT നമുക്ക് തരും. അപ്പൊ നമുക്ക് കുട്ടികളെ കൂടുതൽ ഇമേജസ് കാണിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ മെൻറ്റർ സപ്പോർട്ടിനായിട്ട് ക്യുഡൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ലിങ്കും കോൺടാക്ട് ലിസ്റ്റും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ AI ടൂൾസിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ താങ്ക് യു ഓൾ.